പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലേക്കുള്ള LDCയുടെ പ്രൊഫഷണൽ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ടി സുനന്ദാമ്മ. ബാക്കി തന്നിട്ടുള്ളത് AV കുട്ടിമാളു അമ്മ, അക്കാമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ. ഇവർ മൂന്നുപേരും കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് ഉറുദു പത്രം. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ഉറുദു പത്രം. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ജോൺ ലോക്ക്. സന്യാസിന്റെ തത്വങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ സി ആണ് 1, 2, 3. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇത് മൂന്നുമാണ് സന്യാസന്റെ തത്വങ്ങൾ. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 193. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് നാങ്കിങ് ഉടമ്പടി. നാങ്കിങ് ഉടമ്പടിയാണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നും അറിയപ്പെടുന്നു. സൂര്യനു ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് സൂര്യനും ഭൂമിക്കും അടുത്തടുത്തായി. നമ്മുടെ അന്തരീക്ഷ പാളിയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ്? ഓപ്ഷൻ ഡി ആർദ്രത. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഹൈദരാബാദ്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ബ്രാഹ്മണി മുതൽ മഹാനദി ഡെൽറ്റ വരെ. പരിക്രമണ തലത്തിൽ നിന്ന് ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ്? ഓപ്ഷൻ ഡി 66.5 ഡിഗ്രി. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി ആണ് ദേശീയ കുടുംബാരോഗ്യ സർവേ. ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 4ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാങ്ക് ഓഫ് ബറോഡ. ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്ന് 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്ര മേഖല. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ജനാധിപത്യം. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2, 4. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇത് മൂന്നുമാണ് ഉൾപ്പെടുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു?
ആൻസർ ഓപ്ഷൻ ബി ആണ് കാര്യനിർവഹണ വിഭാഗം. താഴെ കൊടുത്തിരിക്കുന്നതിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 2, 3, 4 എന്നതാണ് തെറ്റായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു, അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ബാക്കി 3 പ്രസ്താവനകളും തെറ്റായ പ്രസ്താവനകളാണ്. ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് സഹമന്ത്രി. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് 1, 3 ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേരളം. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് കേരളത്തിലാണ്. താഴെ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജനനി ജന്മരക്ഷ. കള്ളൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കണ്ടൽ കാടുകളുടെ സംരക്ഷണമാണ് കള്ളൻ പൊക്കുടൻ എന്ന വ്യക്തിയെ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ശ്രീ പിണറായി വിജയൻ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ് 1, 4 മാത്രം. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് കുടുംബശ്രീ. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേക്ഷണത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലനനില നഷ്ടമാവുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പാർക്കിൻസൺ. താഴെ പറയുന്നതിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സോറിയാസിസ്. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ സി ആണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച റേച്ചൽ കഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ്. സ്ഥൂലധാതുക്കൾ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ എ ആണ് കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. ഇത് 4 സ്ഥൂല ധാതുക്കൾ. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഓപ്ഷൻ സി സ്നേഹപൂർവം. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അറ്റ്പാടി. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ് NIIMH ഹൈദരാബാദ്. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് ഓപ്ഷൻ സി വിസരണം. ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ന്യൂട്ടന്റെ 1ാം ചലന നിയമം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പാസ്കൽ നിയമം. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേര് എന്താണ്?
ആൻസർ ഓപ്ഷൻ എ ആണ് വിക്രം. ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഓർഗനൈസൺ. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വറേറ്റ് ലഭിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1HNO3:3HCl. ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹെൻറി മോസ്ലി അറ്റോമിക നമ്പർ, മെൻഡലിയേവ് അറ്റോമിക മാസ്, ന്യൂലാൻഡ് അഷ്ടക നിയമം, ഡൊബറൈനർ ത്രികങ്ങൾ. ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ക്രോമിയം. താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബാക്കിയെല്ലാം ബോയിൽ നിയമം അനുസരിക്കുന്നവയാണ്. താഴെ നൽകിയിരിക്കുന്നതിൽ എസ് കെ പൊറ്റക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എന്റെ വഴിയമ്പലങ്ങൾ. അതാണ് ശരിയായിട്ട് വരുന്ന ഓർഡർ. ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 87.58 മീറ്റർ. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ മരണാന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അൺടിൽ ഓഗസ്റ്റ്. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ദ സോൺ ഓഫ് ഇന്ററസ്റ്റ്. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അയ്യപ്പ പണിക്കർ. രചയിതാക്കളും രചനകളും ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. രാമപുരത്ത് വാര്യർ, കുചേലവൃത്തം, കുഞ്ചൻ നമ്പ്യാർ, ഘോഷയാത്ര, സുഭാഷ് ചന്ദ്രൻ, പറുദീസ നഷ്ടം, കാളിദാസൻ, ഋതുസംഹാരം. ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി ആണ്. ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനായുള്ള ഒരു എളുപ്പമാർഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഫങ്ഷൻസ്. ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? ആൻസർ ഓപ്ഷൻ എ ആണ് വയർലെസ് റിപ്പീറ്റർ. ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മൗസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗൂഗിൾ ക്രോം. പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വിഭാഗം 14. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും. DV നിയമത്തിലെ ഏത് വകുപ്പിനാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വിഭാഗം 3. ഏത് നിയമപ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ സ്ഥാപിതമായത്? ആൻസർ ഓപ്ഷൻ എ ആണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കുവാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 25,000 രൂപ.
വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഏതാണോ ആദ്യം അത്. ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം. വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാക്കാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളത് രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക. അടുത്ത് മാത്സ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ആൻസർ മാത്രം പറഞ്ഞു പോവുകയാണ്. 71ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 12. 72ാമത്തെ ചോദ്യത്തിന്റെ ആൻസറും ഓപ്ഷൻ സി ആണ് 80 km/h. 73ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 2/1. 74ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 4 ലിറ്റർ. 75ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 6. 76ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 77ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 4. 78ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 16. 79ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 500 മീറ്റർ തെക്ക്. 80ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 6:50. അടുത്ത് ഇംഗ്ലീഷ് ഭാഗത്തുള്ള ചോദ്യങ്ങളാണ്. ഹി കെയിം ഏർലി ഡാഷ് യൂസ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ആൻസർ ഓപ്ഷൻ സി ആണ് ഡിഡിന്റ് ഹി. ഹി കെയിം ഏർലി ഡിഡിന്റ് ഹി. ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ ഡാഷ് ദി പ്രോജക്റ്റ്. ചൂസ് ദി റൈറ്റ് വെർബ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വുഡ് കംപ്ലീറ്റ്. ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ വുഡ് കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. One of my friends dash with me yesterday. Choose the right option. Answer option A ആണ് was. One of my friends was with me yesterday. I am sure that somebody was spying dash us. Choose the correct preposition. Answer option B ആണ് on. I am sure that somebody was spying on us. They said we arrived late. Change the speech. Answer option C ആണ് they said that they had arrived late. Which is the synonym for the word resemblance? Resemblance എന്നതിന്റെ synonym ആണ് ചോദിച്ചിട്ടുള്ളത്. Answer option A ആണ് similarity. Identify the meaning of the idiom a piece of cake. Answer option D ആണ് very easy task. A group of monkeys is called. Answer option D ആണ് troop. A troop of monkey. The fear of the dark is called as. Answer option A ആണ് nyctophobia. Write the one word substitute for the art related to decorative and beautiful handwriting. Answer option B ആണ് calligraphy. അടുത്തത് മലയാള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ. ആൻസർ ഓപ്ഷൻ ബി ആണ് ജാഗരം. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ. ആൻസർ ഓപ്ഷൻ എ ആണ് തിരു അധികം അടി തിരുവടി. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉമാണ്. വഞ്ചിക്കുക അല്ലെങ്കിൽ ഉയർച്ച തടയുക എന്നതാണ് കുതികാൽ വെട്ടുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വൈദ്യർ. താഴെ കൊടുത്തതിൽ തെറ്റായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആദരാഞ്ജലി. അതാണ് തെറ്റായിട്ടുള്ള പദം. പ്രാചീനം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ് അർവാചീനം. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് നിധനം. നീഹാരം, തുഷാരം, തുഹിനം ഇതെല്ലാം മഞ്ഞ് എന്നതിന്റെ അർത്ഥമായി വരുന്നവയാണ്. വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം. ആൻസർ ഓപ്ഷൻ എ ആണ് പാദമാകുന്ന പങ്കജം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന ആശയം ലഭിക്കുന്ന പഴഞ്ചൊല്ല് തന്നിട്ടുള്ളതിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ചേർത്തെഴുതുക. കടൽ അധികം പുറം. ആൻസർ ഓപ്ഷൻ സി ആണ് കടപ്പുറം. അപ്പോൾ ഈ 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ LDC എക്സാമിന് ഉണ്ടായിരുന്നത്.
താങ്ക് യു.